ഡി ദേവഗൌഡ. 1996 മുതൽ 97 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. 96-ൽ 13 ദിവസം വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അതിനുശേഷമാണ് ഡി ദേവഗൌഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. അദ്ദേഹം മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ്. സൺ ഓഫ് ദ സോയിൽ എന്നറിയപ്പെടുന്നു. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡി ദേവഗൌഡ. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് തൊട്ടടുത്ത് 2 പോയിന്റുകൾ ഉള്ളത്. പി.വി. നരസിംഹറാവുവിന്റെ 2 പോയിന്റുകളിൽ സെക്കൻഡ് പേഴ്സൺ എന്നിട്ട് കഴിഞ്ഞാൽ ഡി ദേവഗൌഡയെ കുറിച്ചുള്ള പോയിന്റുകളായി നോക്കാം. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് പി.വി. നരസിംഹറാവു. രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ഡി ദേവഗൌഡ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവു ഹൈദരാബാദിൽ നിന്നാണ്. ഡി ദേവഗൌഡ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം കർണാടകയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പാർലമെന്റ് അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തിയാണ് പി.വി. നരസിംഹറാവു. പാർലമെന്റ് അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ് ഡി ദേവഗൌഡ. അപ്പൊ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രി, പാർലമെന്റ് അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി എന്നിവ ദേവഗൌഡയാണ്. ഇവിടെ 2 പൊസിഷനിലും ഫസ്റ്റ് പേഴ്സൺ എന്നിട്ട് കഴിഞ്ഞാൽ പി.വി. നരസിംഹറാവുവിനെ കുറിച്ചുള്ള പോയിന്റുകളായി. എന്ത് പേരിലാണ് ദേവഗൌഡ അറിയപ്പെടുന്നത്? മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്നു. കാലഘട്ടം 1996 മുതൽ 97 വരെ. ഇത്രയുള്ള അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ 96 മുതൽ 97 വരെയാണ് കാലഘട്ടം. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ്. പാർലമെന്റ് അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തിയാണ് ഡി ദേവഗൌഡ. അടുത്തത് കെ ഗുജ്റാൾ. 97 മുതൽ 98 വരെയാണ് കെ ഗുജ്റാളിന്റെ കാലഘട്ടം. പഞ്ചാബിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. പഞ്ചാബിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രിയാണ്. ഝലം ഇൻ പഞ്ചാബ്, പഞ്ചാബിലെ ഝലം എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ആ ഝലം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ പഞ്ചാബിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ആരാണ്? കെ ഗുജ്റാളാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോഴത്തെ പ്രധാനമന്ത്രി, ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ ആരായിരുന്നു? എ.ബി. വാജ്പേയി ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? കെ ഗുജ്റാൾ ആയിരുന്നു. റഷ്യയിൽ ഇന്ത്യൻ അംബാസഡർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് കെ ഗുജ്റാൾ. റഷ്യയിൽ ഇന്ത്യൻ അംബാസഡർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് കെ ഗുജ്റാൾ. അപ്പൊ എന്തൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച്? പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോഴത്തെ പ്രധാനമന്ത്രിയാണ്. റഷ്യയിൽ ഇന്ത്യൻ അംബാസഡർ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. അദ്ദേഹം നേതൃത്വം നൽകിയ വിദേശകാര്യ നയം അറിയപ്പെടുന്നത് ഗുജറാത്ത് ഡോക്ട്രിൻസ്. കെ ഗുജ്റാൾ നേതൃത്വം നൽകിയ വിദേശകാര്യ നയം അറിയപ്പെടുന്ന പേരാണ് ഗുജറാത്ത് ഡോക്ട്രിൻസ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് എ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചസ്. ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചസ് എന്നീ പുസ്തകങ്ങൾ എഴുതിയത് കെ ഗുജ്റാൾ. അപ്പൊ കെ ഗുജ്റാളിനെ കുറിച്ച് എന്ത് പറഞ്ഞ? പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രി. റഷ്യയിൽ ഇന്ത്യൻ അംബാസഡർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് കെ ഗുജ്റാൾ. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം നേതൃത്വം നൽകിയ വിദേശകാര്യ നയം അറിയപ്പെടുന്നത് ഗുജറാത്ത് ഡോക്ട്രിൻസ്. എ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ, കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചസ് എന്നീ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് കെ ഗുജ്റാൾ. അപ്പോൾ ഡി ദേവഗൌഡയും കെ ഗുജ്റാളിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുന്നത് കരുതും. ഡി ദേവഗൌഡ 96 മുതൽ 97 വരെ. മണ്ണിന്റെ മകൻ എന്നറിയപ്പെടുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രി, പാർലമെന്റ് അംഗമല്ലാതെ പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി. കെ ഗുജ്റാൾ 97 മുതൽ 98 വരെ. പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രി. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോഴത്തെ പ്രധാനമന്ത്രി. റഷ്യയിൽ ഇന്ത്യൻ അംബാസഡർ ആയതിനു ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. അദ്ദേഹം നേതൃത്വം നൽകിയ വിദേശകാര്യ നയം അറിയപ്പെടുന്ന പേരെന്താണ്? ഗുജറാത്ത് ഡോക്ട്രിൻസ്, ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ, കണ്ടിന്യൂറ്റി ചേഞ്ചസ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഇനി നമുക്ക് അടുത്ത പ്രധാനമന്ത്രി ആരാൻ നോക്കാം. അടുത്തത് മൻമോഹൻ സിംഗ്. അദ്ദേഹം 2004 മുതൽ 2014 വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ ഇരുന്നത്. 2004 മുതൽ 2014 വരെ. സിഖ് വംശജനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സിഖുകാരനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഏക വ്യക്തിയാണ് അദ്ദേഹം. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗും ലോക്സഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് അടൽ ബിഹാരി വാജ്പേയിയും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി. ഇവിടെ എന്താ പഠിക്കുന്നത്? രാജ്യസഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വ്യക്തി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം സിഖ് വംശജനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഒരിക്കൽ പോലും ലോകസഭയിൽ അംഗത്വം ഇല്ലാതിരുന്ന പ്രധാനമന്ത്രിയാണ്. ഒരിക്കൽ പോലും ലോകസഭാംഗമാകാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഓക്കെ, അപ്പൊ രാജ്യസഭ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി, ഒരിക്കൽ പോലും ലോകസഭയിൽ അംഗമല്ലാതിരുന്ന പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. RBI ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ എന്നീ പദവികൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹം.
RBI ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ എന്നീ പദവികൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയിലെ കൂട്ടുമന്ത്രിസഭ കോൺഗ്രസിന്റെ ആദ്യത്തെ കൂട്ടുമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. അപ്പോൾ കൂട്ടുമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യത്തെ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, VP സിംഗ് പഠിക്കുമ്പോൾ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം ജനതാ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വന്നത്. കൂട്ടുമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരായിരിക്കും? മോദി അല്ലേ? നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് രണ്ടാമത്തെ പ്രധാനമന്ത്രി. കാരണം മൻമോഹൻ സിംഗിന് ശേഷം അദ്ദേഹമേ വന്നിട്ടുള്ളൂ. അപ്പോൾ സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രണ്ടാമത്തെ നരേന്ദ്ര മോദിയാണ്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞേ? സിഖ് വംശജനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. രാജ്യസഭ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വ്യക്തി. ലോകസഭയിൽ ഒരിക്കൽ പോലും അംഗത്വമില്ലാതിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം RBI ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ എന്നീ പദവികൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് അദ്ദേഹം. കൂട്ടുമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യത്തെ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹം. RTI ആക്ട് 2005, വിവരാവകാശ നിയമം, ഇന്ത്യൻ വിവരാവകാശ നിയമം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്ലാൻ, ഗ്യാരണ്ടി സ്കീം, ശരിക്കും എസ് ആണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഇന്ത്യയിൽ നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2005. ഇപ്പൊ വിവരാവകാശ നിയമവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 ആണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. 2008 മുംബൈ ഭീകരാക്രമണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 2008 മുംബൈ ഭീകരാക്രമണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റുകൾ എന്താണ്? സിഖ് വംശജനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം പ്രധാനമന്ത്രിയായ ഏക വ്യക്തി, ഒരിക്കൽ പോലും ലോകസഭയിൽ അംഗത്വമില്ലാതിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്തത് എന്ത് പറഞ്ഞു? RBI ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ എന്നീ പദവികൾക്ക് ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. കൂട്ടുമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ആദ്യത്തെ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹം. വിവരാവകാശ നിയമം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവ നിലവിൽ വന്നപ്പോഴത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. 2008 മുംബൈ ഭീകരാക്രമണ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അദ്ദേഹമാണ്. 2017 ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ പീസിന് അർഹനായി. ഈ ചോദ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. കറണ്ട് അഫയേഴ്സ് എന്നുള്ള പോർഷനിൽ 2017 18 ചോദിച്ചിട്ടുണ്ട്. 2017 ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ പീസിന് അർഹനായിട്ടുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ചേഞ്ചിങ് ഇന്ത്യ. ചേഞ്ചിങ് ഇന്ത്യ. അദ്ദേഹം എഴുതിയ പുസ്തകം ചേഞ്ചിങ് ഇന്ത്യ. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ മീഡിയ അഡ്വൈസർ ആയിരുന്ന സഞ്ജയ് ബാരു എഴുതിയ പുസ്തകമാണ് ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകം മൻമോഹൻ സിംഗിനെ കുറിച്ച് സഞ്ജയ് ബാരു എഴുതിയതാണ്. മൻമോഹൻ സിംഗ് എഴുതിയ പുസ്തകം എന്താണ്? ചേഞ്ചിങ് ഇന്ത്യ. അപ്പൊ ഇതൊക്കെയാണ് മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള പോയിന്റുകൾ. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ്? 2004 മുതൽ 2014 വരെ. AB വാജ്പേയി 3 ടേം ഉണ്ടായിരുന്നു. ആ 3ാമത്തെ ടേം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുന്നത്. 2004 മുതൽ 2014 വരെ. അദ്ദേഹം സിഖ് വംശജനായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. സിഖ് വംശജനായ ആദ്യ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. രാജ്യസഭാ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ്. ഒരിക്കൽ പോലും ലോകസഭയിൽ അംഗത്വം ഉണ്ടായിരുന്നില്ല. പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, RBI ഗവർണർ എന്നീ തസ്തികകൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ്. കൂട്ടുമന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയ ഫസ്റ്റ് കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ ആണ് അദ്ദേഹം. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. വിവരാവകാശ നിയമം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നീ നിയമങ്ങൾ ഇന്ത്യയിൽ നിലവിൽ വന്നപ്പോഴത്തെ പ്രധാനമന്ത്രി അദ്ദേഹമാണ്. 2008 മുംബൈ ഭീകരാക്രമണ സമയത്തെ പ്രധാനമന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു. 2017 ഇന്ദിരാഗാന്ധി അവാർഡ് ഫോർ പീസിന് അർഹനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകം എന്താണ്? ചേഞ്ചിങ് ഇന്ത്യ. അദ്ദേഹത്തെ കുറിച്ച് സഞ്ജയ് ബാരു എഴുതിയ പുസ്തകമാണ് ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ. അപ്പൊ മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള പോയിന്റുകളൊക്കെ ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്ര ദാമോദർദാസ് മോദി. അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. മൻമോഹൻ സിംഗിനെ കുറിച്ച് പറഞ്ഞ ഒരു പോയിന്റ് വിട്ടുപോയിരുന്നു. അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന സമയത്തെ കാര്യമാണ്. 91 PV നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു. അതായത് ഇന്ത്യയിലെ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ നടന്ന സമയത്തെ ധനകാര്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. PV നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ഓക്കെ, അടുത്ത
അടുത്തത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അദ്ദേഹം ഏത് വർഷം മുതലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത്? 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. നരേന്ദ്രമോദി 2014 മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത മണ്ഡലം ഏതാണ്? ഇപ്പോൾ 17ാം ലോകസഭയാണ്. 17ാം ലോകസഭയിലേക്ക് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന മണ്ഡലം വാരണാസിയാണ്. യു പിയിലെ വാരണാസിയാണ്. 16 ലോകസഭയിലും അത് തന്നെയായിരുന്നു. വാരണാസി 2 മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നു. പിന്നെ ഒരു മണ്ഡലം ക്യാൻസൽ ചെയ്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന മണ്ഡലം വാരണാസിയാണ്. അപ്പോൾ 17ാം ലോകസഭയിലേക്ക് മോദി റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന മണ്ഡലം ചോദിച്ചു കഴിഞ്ഞാൽ വാരണാസി. ദെൻ അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റുകൾ നമുക്ക് നോക്കാം. ഒത്തിരി പോയിന്റുകൾ വരും. ഇനി കറണ്ട് അഫയേഴ്സ് ബുക്കുകളിലൊക്കെ വരും കേട്ടോ. അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ റാങ്ക് ഫയലുകളിലുള്ള അത്രയും പോയിന്റുകളെ തരുന്നുള്ളൂ. പിന്നെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന അദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങൾ മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ദെൻ ഒരുപാട് മുൻപുള്ളതൊക്കെ ഉണ്ട്. അത് ഇനി കറണ്ട് അഫയേഴ്സ് പോർഷനിലൊന്നും ചോദിക്കില്ല. ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്തുള്ളതൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ മറ്റെന്തെങ്കിലും പോയിന്റുകൾ PSC റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ബുക്സിലുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കണം മോദിയുടെ അവിടെ കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി. സ്വാതന്ത്ര്യത്തിന് ശേഷം ആണ് അദ്ദേഹത്തിന്റെ ജനനം. നെഹ്റുവിനെ കൂടാതെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ്. നെഹ്റുവിനെ കൂടാതെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് നരേന്ദ്രമോദി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജനനം. നെഹ്റുവിനെ കൂടാതെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. സൻസദ് ആദർശ് ഗ്രാം യോജന പദ്ധതി പ്രകാരം മോദി ദത്തെടുത്ത ഗ്രാമമാണ് ജയ്പൂർ. വാരണാസിയിലെ ജയ്പൂർ ആണ് സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം മോദി ദത്തെടുത്ത ഗ്രാമം. സൻസദ് ആദർശ് യോജന പദ്ധതി എന്തിനാണ്? റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. വില്ലേജുകളുടെ ഡെവലപ്മെന്റ് ആണോ ലക്ഷ്യമാക്കുന്നത് ഈ പദ്ധതി പ്രകാരം. 2014 ഒക്ടോബർ 11 ഈ പദ്ധതി ഉദ്ഘാടനം നിലവിൽ വന്നത്. സൻസദ് ആദർശ് യോജന സ്കീം നിലവിൽ വന്ന് 2014 ഒക്ടോബർ 11 ഈ ഒക്ടോബർ 11 ജയപ്രകാശ് നാരായണന്റെ ജന്മദിനമാണ്. ജയപ്രകാശ് നാരായണൻ കേട്ടിട്ടുണ്ടോ? ലോക് നായക് എന്നറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണന്റെ ജന്മദിനമാണ് ഒക്ടോബർ 11. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തത്. സൻസദ് ആദർശ് ഗ്രാം യോജന പദ്ധതി. സൻസദ് ആദർശ് യോജന പദ്ധതി പ്രകാരം മോദി ദത്തെടുത്ത ഗ്രാമം ഏതാണ്? ജയ്പൂർ. ഏത് വർഷമാണ് ഈ പദ്ധതി നിലവിൽ വന്നത്? 2014 ഒക്ടോബർ 11. ഒക്ടോബർ 11 ആരുടെ ജന്മദിന? ജയപ്രകാശ് നാരായണന്റെ. അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലോക് നായക്. ഇത് PSC ചോദിച്ചിട്ടാണ്. കഴിഞ്ഞ ഇടയ്ക്ക് തൃശ്ശൂർ ജില്ലയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലോക് നായക് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജയപ്രകാശ് നാരായണനാണ് കേട്ടോ. സിയാച്ചിൻ സന്ദർശിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി. ഇത് നേരത്തെ പറഞ്ഞ പോയിന്റാണ്. സിയാച്ചിൻ സന്ദർശിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ്. സൗദി അറേബ്യ, പലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങി കുറെ രാജ്യങ്ങളിലെ പരമോന്നത പദവി ഒരുപാട് പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ പകരം നീതി ആയോഗ് സ്ഥാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. പ്ലാനിംഗ് കമ്മീഷൻ 1950 നിലവിൽ വന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി നെഹ്റു ആയിരുന്നു. അതിന് പകരം നീതി ആയോഗ് നിലവിൽ വന്നു. പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 ഇത് ആരാണ് കൊണ്ടുവന്നത്? നരേന്ദ്രമോദി സർക്കാരാണ് കൊണ്ടുവന്നത്. നീതി ആയോഗ് 2015 ജനുവരി 1 സ്ഥാപിതമായത്. ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പോയിന്റ് എന്ന് പറയാനായിട്ട്. പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പിന്നെ നെഹ്റുവിനെ കൂടാതെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ജനിച്ച വ്യക്തിയാണ് അദ്ദേഹം. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നെ അദ്ദേഹം സൗദി അറേബ്യ, പലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പരമോന്നത പദവി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. പ്ലാനിംഗ് കമ്മീഷൻ പകരം നീതി ആയോഗ് സ്ഥാപിച്ചത് നരേന്ദ്രമോദിയാണ്. 2015 ജനുവരി 1 സ്ഥാപിതമായത്. സൻസദ് ആദർശ് യോജന പദ്ധതി പ്രകാരം മോദി ദത്തെടുത്ത ഗ്രാമം ഏതാണ്? ജയ്പൂർ, വാരണാസിയിലെ. ഏതു വർഷമാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തത്? 2014 ഒക്ടോബർ 11 ഈ സ്കീം ലോഞ്ച് ചെയ്തത്. ജയപ്രകാശ് നാരായണന്റെ ബർത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഈ സ്കീം ലോഞ്ച് ചെയ്തത്. ആരാണ് എന്ത് പേരിലാണ് ജയപ്രകാശ് നാരായണൻ അറിയപ്പെടുന്നത്? ലോക് നായക് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കുറിച്ച് വേറെ പോയിന്റുകൾ പഠിക്കാനുണ്ട്. നമുക്ക് നാഷണൽ ലീഡേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കാം. ഓക്കെ. അദ്ദേഹം 2001 മുതൽ 2014 വരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. പ്ലാനിംഗ് കമ്മീഷനെ മാറ്റി നീതി ആയോഗ് സ്ഥാപിച്ച പ്രധാനമന്ത്രി. ആബദ് കാൽമേൻ ഗുജറാത്ത്
എക്സാം വാരിയേഴ്സ് എന്നീ പുസ്തകങ്ങൾ എഴുതി വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇത് മാത്രമല്ല കുറേ പുസ്തകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളോട് ചോദിക്കാവുന്നത് ആബദ് കാൽ മേ ഗുജറാത്ത്, എക്സാം വാരിയേഴ്സ് എന്നീ പുസ്തകങ്ങളാണ്. അപ്പോൾ എല്ലാ പുസ്തകങ്ങളും കുറേ പുസ്തകങ്ങളുണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. റാങ്ക് ഫയൽ പ്രകാരം തരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടത് മാത്രമാണ് ഇവിടെ തരുന്നത്. ആബദ് കാൽ മേ ഗുജറാത്ത്, എക്സാം വാരിയേഴ്സ് എന്നീ പുസ്തകങ്ങൾ എഴുതിയതാരാണ്? നരേന്ദ്രമോദിയാണ്. ഇതിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളൊന്നും ചെറുത് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളത് 2018 ലേറ്റസ്റ്റ് സിയോൾ പീസ് പ്രൈസ് 2018. സിയോൾ പീസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയൻ സർക്കാരിന്റെ പുരസ്കാരമാണ്. അത് ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ് 2018. സിയോൾ പീസ് പ്രൈസ് 2018 ലഭിച്ചു. UN ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ്, UN ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് 2018 നരേന്ദ്രമോദിക്ക് മാത്രമല്ല ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് ലഭിച്ചിട്ട്. UN ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് 2018 രണ്ട് വ്യക്തികൾ ഷെയർ ചെയ്തിട്ടുണ്ട്, നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും. ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അവാർഡ് 2018 കിട്ടിയത് മാത്രമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ്? സിയോൾ പീസ് പ്രൈസ്, UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ്, ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അവാർഡ് എന്നിവയാണ് അദ്ദേഹത്തിന് 2018 കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. അദ്ദേഹത്തിന്റെ വാക്സ് സ്റ്റാച്യു ഉള്ളത് ലണ്ടനിലാണ്. അദ്ദേഹത്തിന്റെ വാക്സ് സ്റ്റാച്യു എവിടെയാണ്? ലണ്ടനിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റ്. നമുക്ക് ഒന്നുകൂടെ സൂചിപ്പിക്കാം. ഇനി എന്താണ് കറണ്ട് അഫയേഴ്സിൽ അദ്ദേഹത്തെ കുറിച്ച് വരുന്ന പോയിന്റ്, ഈ മോദി എന്ന് നമ്മൾ നോട്ട് എഴുതുന്നതിന് അടിയിൽ നമ്മൾ കുറച്ച് സ്ഥലം വിട്ട് വയ്ക്കണം, അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കണം. ഓക്കെ. 1991 ധനകാര്യമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാര്യം അവിടെ എഴുതി വെച്ചതാണ്. 91 ധനകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ആരുടെ മന്ത്രിസഭയിൽ? PV നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ. ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ വിട്ടു പോയതുകൊണ്ട് ഓർക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. നരേന്ദ്ര ദാമോദർദാസ് മോദി 2014 മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന മണ്ഡലം വാരണാസി, 17ാം ലോകസഭയാണ് ഇപ്പോൾ. സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. നെഹ്റുവിനെ കൂടാതെ ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി അംഗമാവുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ് നരേന്ദ്രമോദി. പിന്നോക്ക വിഭാഗക്കാരനായ ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. സിയാച്ചിൻ സന്ദർശിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. 2001 മുതൽ 14 വരെ അദ്ദേഹം ഗുജറാത്ത് CM ആയിരുന്നു. സൻസദ് ആദർശ് ഗ്രാം യോജന പദ്ധതി പ്രകാരം അദ്ദേഹം ദത്തെടുത്ത ഗ്രാമമാണ് ജയ്പൂർ. 2014 ഒക്ടോബർ 11 ലോഞ്ച് ചെയ്ത സ്കീമാണ് സൻസദ് ആദർശ് ഗ്രാം യോജന. ജയപ്രകാശ് നാരായണന്റെ ബർത്ത് ആനിവേഴ്സറിയുടെ അനുബന്ധിച്ച് വന്നതാണ്. ലോക്നായക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായൺ. സൗദി അറേബ്യ, പലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പരമോന്നത പദവി പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് മോദി. പ്ലാനിംഗ് കമ്മീഷൻ പകരം നീതി ആയോഗ് സ്ഥാപിച്ചത് 2015 ജനുവരി 1 സ്ഥാപിച്ചത് മോദിയാണ്. ആബദ് കാൽ മേ ഗുജറാത്ത്, എക്സാം വാരിയേഴ്സ് എന്നീ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. സിയോൾ പീസ് പ്രൈസ്, UN ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ്, ഗ്രാൻഡ് കോളർ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് പാലസ്തീൻ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് 2018 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്സ് സ്റ്റാച്യു എവിടെയാണ്? അദ്ദേഹത്തിന്റെ വാക്സ് സ്റ്റാച്യു ലണ്ടനിലാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റുകൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുള്ള എല്ലാവരും കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കിയിട്ട് ലേറ്റസ്റ്റ് വരുന്ന കറണ്ട് അഫയേഴ്സ് PSC റിലേറ്റഡ് കറണ്ട് അഫയേഴ്സ് ബുക്കുകളിൽ നോക്കിയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കാം. പ്രധാനമന്ത്രിമാർ എന്നുള്ള പോർഷൻ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.